ഇനി രണ്ടാമത് തള്ളിയതൊന്നും ഞാൻ പറയാം. ഇപ്പോ സുന്നത്ത് ജമാഅത്തിന്റെ പള്ളികൾ എവിടെ ഉണ്ടാക്കുമ്പോഴും ഇസ്ലാം കേരളത്തിലേക്ക് കൊണ്ടുവന്ന സ്വഹാബത്തുണ്ടാക്കിയ അതേ മാതൃകയിൽ അതെവിടെയാണ്? കൊടുങ്ങല്ലൂരും ചാലിയവും ധർമ്മടവും ശ്രീകണ്ഠപുരവും തളങ്കരയും കാസർഗോഡും മംഗലാപുരവും ഈ സ്വഹാബത്ത് വന്നുണ്ടാക്കിയ 10 പള്ളികൾ, ആ പള്ളികളാണ് സുന്നത്ത് ജമാഅത്തിന്റെ പള്ളികളുടെ മാതൃക. അഥവാ അവിടെ ഉള്ള തറാവീഹാണ് ഞങ്ങൾ ഇപ്പോൾ നിസ്കരിക്കുന്നത്. അന്നവർ കൊടുത്ത 2 ബാങ്കാണ് ഇപ്പോൾ ഞങ്ങൾ കൊടുക്കുന്നത്. അന്നവർ ഖുത്ബ അറബിയിൽ ഓതിയതാണ് ഞങ്ങൾ ഓതുന്നത്. അതേ പള്ളിയിൽ എവിടെയും ലേഡീസ് കമ്പാർട്ട്മെന്റ് കാണുന്നില്ല, ഇപ്പോഴും കാണുന്നില്ല. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ പള്ളിയിൽ അതില്ല. അതുണ്ടാക്കുന്നു ജമാഅത്ത് ഇസ്ലാമി. മാത്രമല്ല അതിനുവേണ്ടി ശബ്ദവും ബഹളവും ഉണ്ടാക്കും. അതിനെ എതിർക്കുന്ന ആളുകളെ കണക്കിന് കശക്കുന്നു. പ്രബോധനത്തിന്റെ പേജുകളും മാധ്യമത്തിന്റെ താളുകളും മൗലൂദിസത്തിന്റെ സ്റ്റേജുകളും ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാക്കന്മാരും ഒ അബ്ദുള്ളയും ഒ അബ്ദുറഹ്മാനും അടക്കമുള്ള നേതാക്കളും എഴുത്തുകാരും എല്ലാവരും നിശിതമായി ഈ വിഷയത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ വിമർശിക്കാറാണ് പതിവ്. സ്ത്രീകളെ അടുക്കളയിൽ വെച്ച് പൂട്ടുന്നവരാണ്, അതേപോലെ തന്നെ സ്ത്രീകൾക്ക് പള്ളി വെച്ച് നിസ്കരിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കാത്തവരാണ് ആക്ഷേപിക്കാറുണ്ട്. എന്നാൽ മൗദൂദി സാഹിബിന്റെ ഗ്രന്ഥമാണ് എന്റെ കയ്യിലുള്ള പർദ എന്ന ഗ്രന്ഥം. ഞാൻ പല സ്റ്റേജിലും ചോദിച്ചിട്ടുണ്ട്. മൗദൂദിയുടെ പല പുസ്തകങ്ങളും നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യാറുണ്ട് മലയാളത്തിലേക്ക്. ഈ ഗ്രന്ഥം ഒന്ന് നിങ്ങൾ പരിഭാഷപ്പെടുത്തിയാൽ ഇൻഷാ അല്ലാഹ് 100 കോപ്പിക്കാളെ ഞാൻ ഉണ്ടാക്കിക്കോളാം. കാരണം സ്വാഭാവികമായും ഒരുപാട് ആശയങ്ങൾ മൗദൂദി ഇതിൽ പറയുന്നുണ്ട്. സാമ്പിൾ ഞാൻ ഒന്ന് വായിക്കാം, കേട്ടോളൂ. മസ്ജിദ് മേ ആനെ കി ഇജാസത്ത് ഓർ ഉസ്കെ ഹുദൂദ്, പള്ളിയിൽ വരാനുള്ള സമ്മതവും അതിന്റെ പരിധിയും. ഏ മാലൂം ഹെ, ഇതറിയപ്പെട്ട കാര്യമാണ്. എന്ത്? ഇസ്ലാമെ സബ്സെ അഹം ഫർദ് നമാസ് ഹെ, ഇസ്ലാമിൽ വളരെ പ്രധാനപ്പെട്ട ഫർദ് നിസ്കാരമാണ്. और नमाज में हुजूर मस्जिद और शिरकत जमात को बड़ी अहमियत दी गई है. പള്ളിയിൽ വരലും ജമാഅത്തായിട്ട് നിസ്കരിക്കലും അതിന് വളരെ പ്രാധാന്യം ഇസ്ലാം കൊടുത്തിട്ടുണ്ട്. മഗർ പക്ഷേ നമാസ് ബാജമാഅത്ത് കെ ബാബുമേ, നിസ്കാരം സാമൂഹ്യമായി നിർവഹിക്കുന്ന ഇടത്ത് ജോ ഹക്ക മർദോ കെ ലിയേ ഹൈ, ഏതൊരു വിധിയാണോ പുരുഷന്മാർക്കുള്ളത് ഉൻകെ ബിൽകുൽ ബർ അക്സാക്കം ഔറത്തോ കെ ലിയേ ഹൈ, അതിന്റെ നേരെ ഓപ്പോസിറ്റ് വിധിയാകുന്നു സ്ത്രീകൾക്കുള്ളത്. ഇത് പറയുന്നത് സുന്നി പണ്ഡിതന്മാരല്ല, വന്യരായ കാന്തപുരം ഉസ്താദല്ല, താജുൽ ഉള്ളാത്തങ്ങളല്ല, മറ്റേതെങ്കിലും ആളുകളല്ല. പറയുന്നത് അബുല്ലാല മൗദൂദിയാണ്. മർദൂൻ കേലിയെ ഓ നമാസ് അഫ്സൽ ഹി, പുരുഷന്മാർക്ക് ആ നിസ്കാരമാണ് ഏറ്റവും പുണ്യം. ജോ, ഏത് നിസ്കാരം? മസ്ജിദ് മേ ജമാഅത്ത് കെ സാത്ത് ഹോ, പള്ളിയിൽ വെച്ച് ജമാഅത്തായിട്ടുള്ള നമസ്കാരം. ഔറത്തോൻ കേലിയെ ഓ നമാസ് അഫ്സൽ ഹി, സ്ത്രീകൾക്ക് ആ നിസ്കാരമാകുന്നു ഏറ്റവും ഉത്തമം. ജോ, ഏത് നിസ്കാരം? ഗർമേ, വീട്ടിൽ, ഇംതിഹാഇ ഖൽവത്ത് കി ഹരത്ത് മേ ഹോ, വീടിന്റെ അങ്ങേറ്റത്തെ ഉള്ളിന്റെ ഉള്ളിൽ വെച്ചുള്ള നിസ്കാരം. ഇത് മൗദൂദി പറയാം. എന്നിട്ട് അതിന് തെളിവ് ഉദ്ധരിക്കുന്നത് അതാണ് ഞാൻ പറയാൻ പോകുന്ന പോയിന്റ്. ഇമാം അഹ്മദ് और तुबरानी ने उम्मु हमेदी साइदिया की ये हदीस नकल की है. ഉമ്മു ഹമീദ് സായിദിയ എന്ന സ്വഹാബിയത്തായ പെണ്ണ്, നബിതങ്ങളുടെ കാലഘട്ടത്തിലുള്ള സ്വഹാബിയത്തായ വനിത, ആ വനിത റസൂലുള്ളാഹിയുടെ അടുത്ത് വന്നൊരു ഹദീസ് ഇദ്ദേഹം തെളിവിന് ഉദ്ധരിക്കുകയാണ്. കാലത്ത് മഹദി വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഇന്നി ഉഹിബ്ബു സ്വലാത്ത മഅക, തങ്ങളോടൊപ്പം നിസ്കരിക്കാൻ എനിക്ക് വല്ലാത്ത താല്പര്യമുണ്ട്. അഥവാ മദീനയിലെ പള്ളി 1,00,000 10,000 അല്ലെങ്കിൽ 1000 ഇങ്ങനെ കൂലി കൂടുതൽ കിട്ടുന്ന പള്ളി, 1000 റക്അത്തിന്റെ കൂടുതൽ കൂലി കിട്ടുന്ന പള്ളി, ആ പള്ളിയിൽ വെച്ച് തങ്ങളോടൊപ്പം ജമാഅത്തായിട്ട് ഉത്തമ നൂറ്റാണ്ട് നിസ്കരിക്കാനാണ് സമ്മതം ചോദിക്കുന്നത്. ആല, നബി തങ്ങളുടെ പ്രതികരണം, ഖദ് അലിംതു, ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, സ്വലാത്തുക്കി ഫി ബൈത്തിക്കി ഖൈറുൽ ലക്കി മിൻ സ്വലാത്തിക്കി ഫി ഹുജറത്തിക്കി, വസ്വലാത്തുക്കി ഫി ഹുജറത്തിക്കി ഖൈറുൻ മിൻ സ്വലാത്തിക്കി ഫി ദാരിക്കി, വസ്വലാത്തുക്കി ഫി ദാരിക്കി ഖൈറുൻ മിൻ സ്വലാത്തിക്കി ഫി മസ്ജിദി ഖൗമിക്കി, വസ്വലാത്തുക്കി ഫി മസ്ജിദി ഖൗമിക്കി ഖൈറുൻ മിൻ സ്വലാത്തിക്കി ഫി മസ്ജിദിൽ ജുമുഅ. നിനക്ക് പുണ്യമാണോ ആഗ്രഹം, അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള കൂലിയാണോ ആഗ്രഹം, എങ്കിൽ നിന്റെ വീട്ടിന്റെ ഉള്ളിൽ വെച്ചുള്ള നിസ്കാരമാണ് ഏറ്റവും പുണ്യകരം. സഹോദരങ്ങളെ, ഇത് പറയുന്നത് പുരോഹിതന്മാരല്ലല്ലോ, ഈ കാലഘട്ടത്തിലെ പണ്ഡിതരല്ലല്ലോ, സമസ്തയുടെ നേതാക്കളല്ലല്ലോ, എന്നെപ്പോലെ ഏതെങ്കിലും സാധുക്കളല്ലല്ലോ. ഇത് പറയുന്നത് നബിതങ്ങളാണ്. നബിതങ്ങൾ പറഞ്ഞു എന്ന് ഹദീസ് ഉദ്ധരിക്കുന്ന അഹമ്മദും തുബ്രാനിയുമാണ്. ആ ഹദീസ് ഉണ്ട് എന്ന് പറയുന്നത് അബുലാല മൗദൂദിയാണ്. മനസ്സിലാക്കണം. അപ്പൊ ബഹുമാനപ്പെട്ട സ്വഹാബിയത്താകുന്ന പെണ്ണ് പള്ളിയിൽ പോകാൻ സമ്മതം ചോദിക്കുമ്പോൾ
റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, കൂലിയും പുണ്യവും ആണോ ആഗ്രഹം, പടച്ച തമ്പുരാന്റെ സന്തോഷമാണോ ആഗ്രഹം, എങ്കിൽ വീട്ടിൽ നിസ്കരിച്ചോ. ഇത് പറയുമ്പോൾ അതിന് മറുപടി കൊടുക്കുന്നത് ഉമ്മു സഅദിയ എന്താണ്, പറ്റില്ല, പള്ളി വാതിലുകൾ സ്ത്രീകൾക്ക് വേണ്ടി തുറക്കപ്പെടണം എന്നല്ല ഉമ്മു സഅദിയ പറഞ്ഞത്. അല്ലെങ്കിൽ പള്ളിയിൽ നിസ്കരിക്കാൻ സമ്മതം തരണം, ഇല്ലെങ്കിൽ ഞങ്ങൾ സമരം തുടരും എന്നല്ല പറയുന്നത്. മഹദി മടങ്ങിപ്പോവുക. ഫമറത്ത് ഫബുനിയലഹ മസ്ജിദുൻ ഫീ ഖൈരി ബൈതിഹ, വീടിന്റെ ഉള്ളിൽ സൗകര്യപ്പെടുത്തി മരണം വരെ അവിടെ വെച്ചിട്ട് ഇബാദത്ത് എടുക്കുക. ഇത് നിസ്കരിക്കാൻ വേണ്ടി മാത്രമല്ല, ഒരു പെണ്ണിന്റെ പ്രവർത്തനം, ആ പ്രവർത്തനത്തെ പറ്റി പോലും പൊതുസായി പറയുന്നത് ആ പെണ്ണിന്റെ പ്രവർത്തനത്തിന്റെ മണ്ഡലം അത് പുറത്തുള്ള സ്റ്റേജ് അല്ല എന്നാണ്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ആ പെണ്ണിന്റെ പ്രവർത്തന മണ്ഡലം ശരിക്കും വീടിന്റെ അകത്തളം ആണ്. അതുകൂടെ ഞാൻ വായിക്കട്ടെ. ഇസ്ലാമി നുഖ്താ നദർ സെ औरत की സ്വഹീഹ് താലീമോ തർബിയത്തോ ഹെ, ഇസ്ലാമിന്റെ വീക്ഷണപ്രകാരം ഒരു പെണ്ണിന് കൊടുക്കേണ്ട യഥാർത്ഥ അറിവും പരിചരണവും ഇതാ. ജോ ഉസ്കോ ഏക് ബിഹ്തരീൻ ബീവി, ഒരു നല്ല ഭാര്യ, ബിഹ്തരീൻ മാം, ഒരു നല്ല ഉമ്മ, और ബിഹ്തരീൻ ഗർവാലി, ഒരു നല്ല വീട്ടുകാരി, ഇതുണ്ടാക്കാം. ബനായിയെ ഉസ്കാ ദായിറ അമൽ, ഒരു പെണ്ണിന്റെ പ്രവർത്തന മണ്ഡലം ഗർഹെ, വീടാകുന്നു. ഇസ്ലിയെ ഖുസൂസിയത്ത് കെ സാത്ത് ഉൻ ഉലൂം കി താലീം ദീ ജാനി ചാഹിയെ, അതുകൊണ്ട് ആ വിധത്തിലുള്ള വിവരങ്ങളാണ് ഈ പെണ്ണുങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് എന്ന് മൗദൂദി സാഹിബ് പറയുക. പക്ഷെ ഞാൻ എന്റെ ഈ ശബ്ദം കേൾക്കുന്ന ബഹുമാനപ്പെട്ട ജമാഅത്ത് ഇസ്ലാമിന്റെ സുഹൃത്തുക്കളോട് ചോദിക്കട്ടെ, ഈ ഒരു സ്ത്രീ ജമാഅത്തിന്റെ പേരിൽ എത്ര നമ്മൾ സ്റ്റേജുകൾ കിട്ടി, എത്ര പേജുകൾ നാം ചിലവഴിച്ചു, അന്യ മതസ്ഥർക്കിടയിൽ നാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങൾ എത്ര നടത്തി, എത്ര രാത്രികൾ ചിലവഴിച്ചു, എത്ര ഊർജം നാം ചിലവഴിച്ചു, ഇല്ലേ? ഇവിടെ ഇസ്രായേലും അതുപോലെ മറ്റ് അമേരിക്കൻ ശക്തികളൊക്കെ ഇസ്ലാമിനെ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ, നമ്മുടെ ചെറുപ്പക്കാരുടെ സംസ്കാരം പാടെ നശിപ്പിക്കുമ്പോൾ, കള്ളിനും പെണ്ണിനും അടിമപ്പെട്ടുകൊണ്ട് ചെറുപ്പക്കാർ നീങ്ങുമ്പോൾ നാം ഒത്തൊരുമിച്ച് അവരെ നല്ല ഇസ്ലാമിക സംസ്കാരത്തിലേക്ക് കൊണ്ടുവരേണ്ട ഊർജം, മണിക്കൂറുകൾ നാം ഇതിനു വേണ്ടി ചിലവഴിച്ചില്ലേ? പത്രത്തിന് താളുകൾ ചിലവഴിച്ചില്ലേ? അനാവശ്യമായ തർക്കമായിരുന്നില്ലേ അത്? എത്രത്തോളം ഇതിന്റെ പേരിൽ ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് അടക്കമുള്ള പണ്ഡിതന്മാരെ ക്രൂശിക്കാനും ജനസമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് വളരെ ചീപ്പാക്കി ചിത്രീകരിക്കാനും ശ്രമം നടത്തിയിരുന്നില്ലേ? എത്രത്തോളം മാധ്യമം എന്ന പത്രത്തിൽ ലേഖനങ്ങൾ എഴുതുന്നതിന് പുറമെ ഒരു റിപ്പോർട്ട് മർക്കസ് കോംപ്ലക്സിൽ പള്ളി ഉദ്ഘാടനം ചെയ്തതിനു ശേഷം അവിടെ ഹജ്ജ് ഓഫീസിലേക്കോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട വിദ്യാഭ്യാസ ബോർഡിലേക്കോ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ, പുരുഷന്മാർ പള്ളിയിൽ കയറുമ്പോൾ സ്ത്രീകൾ എന്തു ചെയ്യും? ആ സ്ത്രീകൾക്ക് തൽക്കാലം ഒരു 10 മിനിറ്റ് സമയത്തേക്ക് ലോഡ്ജ് എടുക്കാൻ എല്ലാവർക്കും കഴിയില്ല. അത് മനസ്സിലാക്കി അവർക്ക് താമസിക്കാനും സൗകര്യത്തിന് ഒരു റൂം ഏർപ്പെടുത്തിയപ്പോൾ ആ റൂമിനെ സംബന്ധിച്ച് മാധ്യമം പത്രം റിപ്പോർട്ട് ചെയ്തൊരു ന്യൂസാണിത്. ഈ ന്യൂസിന്റെ ഹെഡിങ്, പത്രത്തിന്റെ ഡേറ്റ് 1997 ഫെബ്രുവരി 9 ഞായർ. ഇത് വിമർശിക്കാൻ വേണ്ടിയല്ല, നിഷ്പക്ഷമായി നിങ്ങളുടെ മനസ്സിലേക്ക് ഇറക്കി ഒന്ന് ആലോചിച്ച്, ശരിയല്ലേ ഇത് വേണ്ടിയിരുന്നോ എന്ന് ആലോചിക്കാൻ വേണ്ടി മാത്രം ഞാൻ പറയുന്നു. നഗരത്തിൽ വനിതകൾക്ക് മാത്രമായി പള്ളി. പത്രത്തിന്റെ ഹെഡിങ് വനിതകൾക്ക് മാത്രമായി പള്ളി എന്നാണ്. ഇത് വായിക്കുന്ന സുഹൃത്തിനെ സംബന്ധിച്ചിടത്തോളം, ഓഹോ, പള്ളിയോ, സ്ത്രീകൾക്ക് വേണ്ടി മാത്രമോ? അതെവിടെ? കോഴിക്കോട്. നഗരത്തിൽ വനിതകൾക്ക് മാത്രമായി പള്ളി. സ്ത്രീകൾക്ക് പള്ളിപ്രവേശം വിലക്കുന്ന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ അനുകൂലിക്കുന്ന സുന്നികളാണ് ഇത് ഏർപ്പെടുത്തിയത്. സുബ്ഹാനല്ലാഹ്, തീക്കട്ടയിലാണ് ഉറുമ്പരിക്കുന്നത്. കാരണം ഇവിടെ സ്ത്രീകളുടെ പള്ളിപ്രവേശം എതിർക്കുന്നത് കാന്തപുരം വിഭാഗം. ആ വിഭാഗം തന്നെ പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാൻ നഗരത്തിൽ ഒരു പള്ളി ഒരുക്കി. ഇതാണ് ഇപ്പൊ മാധ്യമത്തിന്റെ റിപ്പോർട്ട്. എന്നാൽ ഇനി കേട്ടോളൂ അടുത്ത പാരഗ്രാഫ്. നഗരത്തിൽ മർക്കസ് കോംപ്ലക്സിലെ ജുമുഅത്ത് പള്ളിയോട് ചേർന്നാണ് വനിതകൾക്ക് പ്രത്യേകം നമസ്കാര സൗകര്യം ഏർപ്പെടുത്തിയത്. അപ്പൊ പള്ളി പോയി സൗകര്യമായിട്ട് മാറി. ഇനി നോക്കണം, ജുമുഅ മസ്ജിദിന്റെ വലത്തെ മൂലയിൽ മൂത്രപ്പുരയോട് ചേർന്നാണ് സ്ത്രീകൾക്ക് നമസ്കരിക്കാനുള്ള മിനി ഹാൾ. അപ്പൊ അവിടുന്ന് വിട്ടു, ഇപ്പൊ മൂത്രപ്പുരയിലേക്ക് എത്തി. ഇപ്പൊ പള്ളി പോയി, റൂം പോയി, മിനി ഹാളായിട്ട് മാറി. ഇനി നോക്കണം, പുരുഷന്മാർക്ക് മുന്നിലാണ് ഇവിടെ നമസ്കരിക്കുന്ന സ്ത്രീകൾക്ക് സ്ഥാനം. പോയിലേക്ക്. കാരണം എവിടെ നോക്കിയാലും ഒന്നുകിൽ മുകൾ ഭാഗത്ത് അല്ലെങ്കിൽ പുരുഷന്മാരെ പുറകിൽ. ഈ ഇമാമിന്റെ മുമ്പിൽ എങ്ങനെയാ കൂട്ടരെ പെണ്ണുങ്ങൾ നിൽക്കുക? അത് ജമാഅത്ത് ശരിയാകുന്ന പരിപാടിയല്ലല്ലോ. അത് ഫസ്റ്റ് ബസ്സിന്റെ മുമ്പുള്ള ബസ് എപ്പോഴാണ് ചോദിച്ചതുപോലെ ഇപ്പോ. കാരണോ ഇമാമിന്റെ മുമ്പിൽ നിൽക്കാൻ പറ്റില്ലല്ലോ. സ്ത്രീകൾ ഇവിടെ മുന്നിലാണ് നമസ്കരിക്കുന്ന സ്ത്രീകൾക്ക് സ്ഥാനം.
ഇനി കേട്ടോളൂ, സംഘടിത നമസ്കാരത്തിന് നേതൃത്വം നൽകുന്ന ആളിന്റെ അഥവാ ഇമാമ് പിറകിൽ നിന്നാണ് നമസ്കാരം നിർവഹിക്കപ്പെടേണ്ടത് എങ്കിൽ ഇവിടെ വനിതകൾ ഇമാമിന്റെ മുന്നിലാണ്. അപ്പോ തന്നെ മനസ്സിലായില്ലേ ഇത് പള്ളിയല്ല. ഇനി നിങ്ങൾ കോഴിക്കോട് പോകുന്ന സമയത്ത് കോംപ്ലക്സിലൊന്ന് പോയി നോക്കുക, എവിടെയാണ് ആ റൂമുള്ളത്. പള്ളിയുമായിട്ട് ഒരു ബന്ധവുമില്ല. പള്ളി സെപ്പറേറ്റ് ബിൽഡിംഗ് ആണ്, വേറെ അതിന്റെ പരിസരത്ത് കോംപ്ലക്സുകളാണ്. അതിന്റെ പുറത്ത് ഹോട്ടലുകളുണ്ട്, അപ്പോളോ ജില്ലൊരു ഭാഗത്തുണ്ട്, SVS ബുക്ക് സ്റ്റാൾ മറ്റൊരു ഭാഗത്തുണ്ട്, അതുപോലെ തന്നെ ഹോട്ടൽ കാലിക്കട്ടവർ വേറൊരു ഭാഗത്തുണ്ട്, അതുപോലെ ബുക്ക് ടിപ്പോ വേറെ ഭാഗത്തുണ്ട്, ഊതിന്റെ അത്തരം വേറെ ഭാഗത്തുണ്ട്, ആയുർവേദിക്കിന്റെ കടകളുണ്ട്. അങ്ങനെ ടൗണിൽ എന്തൊക്കെ ബിൽഡിംഗ് ഉണ്ടാകും, എന്തൊക്കെ റൂമുകൾ ഉണ്ടാകും. ആ കൂട്ടത്തിൽ ഒരു റൂമിൽ ഇതുപോലെ പള്ളിയിൽ വരുന്ന പുരുഷന്മാരെ കൂടെ വരുന്ന സ്ത്രീകൾക്കും മറ്റും നിൽക്കാൻ ഒരു സൗകര്യം ഏർപ്പെടുത്തി.